അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു യാത്രാമധ്യേ ഞാനങ്ങനെ മുക്കുച്ചി കുന്നിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിയിലാണ് കേട്ടോ മുക്കുച്ചി കുന്ന്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊന്നുമല്ല, വീട്ടിൽ നിന്ന് കൊടിയത്തിനും മണ്ണാങ്കോണത്തിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. അതായത് മണ്ണാങ്കോണത്തിൻ്റെ അടുത്താണ്, ഇതിൻ്റെ അപ്പുറത്ത് മണ്ണാങ്കോണം. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു സ്ഥലമുണ്ട്, മുക്കുച്ചി കുന്നെന്ന് പറയുന്ന ഒരു കുന്ന്. അതിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. ഇങ്ങനെ പോയ സമയത്ത് ഇവിടെ വന്നപ്പോൾ കുന്നിലോട്ട് കയറി ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ എനിക്കങ്ങനെ വന്നിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് നല്ല കാലാവസ്ഥ, എന്നാൽ കയറി മണ്ടയിലോട്ട് കയറി കണ്ടിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അതായത് ഞാൻ കുറേ കാലമായി കുന്നിൻ്റെ മേലെ കൂടി പോയിട്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഒന്നും വൈകിപ്പിക്കുന്നൊന്നുമില്ല. ഇത് പ്രത്യേകിച്ച് ഇവിടെ ഈ കുന്നിൽ പോകുന്ന വീഡിയോ ഈ കുന്നിൽ പോകുന്ന വീഡിയോ സൈത്താൻ്റെ ചാനലിൽ നല്ല മനോഹരമായിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഞാൻ ഐക്കാർഡിൽ വെക്കാൻ നോക്കിയപ്പോൾ മുമ്പ് നേരത്തെ ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് അതിൽ ഞാൻ വേറൊരു വീഡിയോ ഐക്കാർഡിൽ വെക്കാൻ നോക്കിയപ്പോൾ ആ വീഡിയോ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ വെച്ചത്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോ വെക്കാം. എന്തായാലും ഞാൻ അങ്ങോട്ട് കയറി പോകാൻ പോവുകയാണ്. പക്ഷേ നല്ല അതിമനോഹരമായൊരു സ്ഥലമാണ്. അങ്ങ് ഒന്ന് ആക്കോട്ടെ ഇങ്ങനെ നമ്മൾ അങ്ങ് ഇവിടെ നിന്ന് പറയുമ്പോൾ അയ്യോ എന്താ സൂമോട്ടായ ബ്ലറായ അങ്ങ് ആ ഭാഗം പൊടിയാവും. അങ്ങ് നമ്മൾ വന്നത് ഇവിടെ നിന്ന് അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ മണ്ണാങ്കോണവും ആകുന്നു. ഇത് അങ്ങോട്ടൊക്കെ മലനിരകളാണ്. പക്ഷേ ഇതാണ് കുന്ന്, മുക്കുച്ചി കുന്ന്. ഇതിൻ്റെ മേലെ അതിൻ്റെ മണ്ടയ്ക്കാണ് പോകാൻ പോകുന്നത്. പക്ഷേ ഇത് ഒരു മഴക്കാലമായതുകൊണ്ട് കാർമയം കണ്ട മേലെ മൊത്തം വെയിൽ, ഉച്ച സമയമാണ് ഇത്. എന്നാലും കണ്ട വെയിലില്ല, അവിടെ കുറേ വെളിച്ചമുണ്ട്. അല്ലാതെ ഈ ചുറ്റുപാടൊക്കെ അത്യാവശ്യം വെളിച്ചമുണ്ട്. മണ്ടയൊക്കെ നല്ല ഇരുട്ടായ മണ്ടയാണ്. മേലെ ഭാഗമൊക്കെ നല്ല ഇരുട്ടാണ്, കാർമേഘമായിട്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അത് മയക്കമുള്ളതായതുകൊണ്ടാണ്. അവിടെ ടവറൊക്കെ ഉണ്ട്, അതങ്ങ് മേലെ കയറുമ്പോൾ കാണാമേ. അതായത് ഞാൻ പറഞ്ഞത്, ഈ കാർമേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ അകത്തോടം വരും, നല്ല മനോഹരമായിട്ട് കാണാം. എന്തായാലും അവിടെ കയറി ഞാൻ ഇത് മേലോട്ട് പോകാൻ പോവുകയാണ്. ഇത് കണ്ട ഇതുപോലത്തെ ഒരുപാട് കുറ്റിച്ചെടി, ചെറിയ തുമ്പകൾ. അതായത് ഈ തുമ്പ ഈ കുന്നിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു പിങ്ക് കളറ്, ഇതിൻ്റെ വെള്ളയുണ്ട്. പറ്റിയ അതൊക്കെ ഒന്ന് കയറി കാണണം. ഈ തുമ്പ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പിങ്ക് കളർ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ വെള്ള കളറുള്ള തുമ്പയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ട മനോഹരമായ വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഫോൺ വെച്ചല്ല, നല്ല ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ നല്ല ക്യാമറ വെച്ച് 4K ഷൂട്ട് ചെയ്ത് നല്ല കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചാൽ അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഫോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെളിച്ചക്കുറവും ഇങ്ങനത്തെ ഒരു എന്തോ പോലെ തരണം നല്ല. പക്ഷേ നേരിട്ട് കാണാൻ നല്ല മനോഹരമായ സ്ഥലമാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്ന് ഇത് മൊത്തം കാർമേഘമാണ്. ഇത് നാച്ചാരിയാണ്, നാച്ചാരി മോട്ട. ഈ ഭാഗത്തെ കാസ്തോടം വരും. പക്ഷേ നാച്ചാരിയുടെ ലെവലിലോട്ട് ഇങ്ങനെ മഞ്ഞ് മൂടിയിരിക്കുകയാണ്. അവിടെ ടവറുണ്ട് മണ്ണാങ്കോണത്തെ. അടിപൊളി കാഴ്ചയാണ്. പക്ഷേ ഞാൻ ഈ കുന്നിൻ്റെ മേലോട്ട് അവസാനം പോയത് പണ്ട് വഴിയില്ലായിരുന്നേ. താഴെ കൂടി വന്ന ആ വഴിയും ഇല്ലായിരുന്നു. ഇതിപ്പോൾ വണ്ടി പോകുന്ന വഴിയാണ്. പക്ഷേ വണ്ടി പോകുന്നതിന് മുമ്പ്, അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വണ്ടികളൊന്നും ഇവിടെ വരാതിരുന്ന സമയത്ത് അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ നടപ്പാതെ ഉണ്ടായിരുന്നു. ഇതുവഴി അങ്ങോട്ട് പോകുന്ന ഇപ്പം ഈ നടന്നു പോകുന്ന വഴി, ഈ വഴിയില്ല. ഇപ്പം ഈ വണ്ടി പോകുന്ന വഴിയില്ലാതിരുന്ന സമയത്ത് നടപ്പാതെ അതിൻ്റെ മണ്ടയിൽ കൂടിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ കൂടി നടന്നു പോയ ആ സമയത്താണ് അവിടെ കൂടി കൂടുതലും പോയിട്ടുള്ളത്. പിന്നെ ഈ റോഡ് വന്നതിന് ശേഷം ഞാൻ അവിടെ ചുരുക്കം ചില സമയത്ത് 1-2 പ്രാവശ്യമൊക്കെ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മണ്ടയിലത്തെ അവസ്ഥ ഞാൻ കണ്ടിട്ട് കുറേ വർഷമായി. എങ്ങനെയാണെന്ന് ഒന്ന് പോയി നോക്കണം. അങ്ങനത്തെ അതിമനോഹരമായ കാഴ്ചയാണ്. കുറേ കാലമായി ഞാനിങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ മേലോട്ട് പോയി നോക്കിയിട്ട്. വഴിയുണ്ട്. ഇതെന്തായാലും ഈ വഴി കുന്നിൻ്റെ മേലെ വരെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാൻ ആദ്യം പണ്ടല്ല, കഴിഞ്ഞ വർഷമായിട്ടൊക്കെ ആണെന്ന് തോന്നുന്നു ഞാൻ വന്നത്. അന്നൊക്കെ കുന്നിൻ്റെ മണ്ട വരെ വഴിയുള്ളൂ, വണ്ടി പോവും. ഇത് ഫോറസ്റ്റുകാർ എന്തോ പോകുന്നതാണെന്ന് തോന്നുന്നത്. പക്ഷേ ഇതുപോലത്തെ ഒരു കുന്ന് അതിൻ്റെ അപ്പുറത്തുണ്ട്, മണ്ണാങ്കോണത്തിൻ്റെ ഇവിടെ.
അവിടെ വാച്ച് ടവറൊക്കെ ഉണ്ട്. ഇതിൽ വാച്ച് ടവറൊന്നുമില്ല, പക്ഷേ ഇതുണ്ട്. വാച്ച് ടവർ ഇല്ലെങ്കിലും ഇതിൻ്റെ മണ്ടയ്ക്ക് വിശാലമായൊരു വഴി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വഴി പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വഴി പോകുന്നുണ്ട്. അത് മേലെ അതുവരെ ഉള്ളൂ ഞാൻ പോയന്ന്. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. ഓ, ഇങ്ങോട്ടൊക്കെ അതിമനോഹരമായ കാഴ്ചകളാണ്. ഇതിലൂടെ കാണാൻ ഒരു മെനുവാണോ ഇല്ലെങ്കിലും നേരിട്ട് കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥ ശരിയല്ല. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അവിടെ ചെറിയ വെളിച്ചം വന്നിട്ടുണ്ട്. സൂര്യൻ മിക്കവാറും ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ആയിരിക്കണം. വെയിലുള്ള സമയത്ത് ഒരു 3 മണിയൊക്കെ കഴിയുന്ന സമയത്ത് സൂര്യൻ അങ്ങ് പോകുന്നു. അത് പടിഞ്ഞാറ്, ഇത് കിഴക്കുമാണ്. സൂര്യൻ പടിഞ്ഞാറ് അങ്ങ് പോകുന്ന സമയത്ത് ഈ വെയിൽ അങ്ങോട്ടടിക്കുമല്ലോ. ആ സമയത്ത് കാണാൻ നല്ല മനോഹരമാണ്. അതായത് വെയിലില്ലാത്ത നല്ല തെളിഞ്ഞ അന്തരീക്ഷ കാലാവസ്ഥയിൽ. എൻ്റെ മണ്ടയ്ക്കായാലും ഉണ്ടോയെന്ന് നല്ല സംശയമാണ്. വഴിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതാണ്. പണ്ടേക്കും പണ്ടേ ഉണ്ടായിരുന്ന വഴി, നടപ്പാതെ ഇതായിരുന്നു. ഇവിടെ കൂടി ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, പട്ടമരം. അത് അന്നേ പട്ട് നിന്ന മരമാണ്. ആ മരത്തിനെ ഇപ്പോൾ കാണാനില്ല. ഇവിടെ ഉണ്ടായിരുന്നു. കണ്ട് ഇതാണ് വഴി. അങ്ങനെ ഇങ്ങനെ വന്ന് ഇവിടെ കൂടി ക്രോസ് ചെയ്ത് അങ്ങനെ താഴെ ഇറങ്ങും. അങ്ങനെ വഴി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൂടി വണ്ടിയൊന്നും വന്നില്ല. ആ വഴിക്കൊന്നും വണ്ടി പോയില്ല. പിന്നെ ഇവിടെ കൂടി വണ്ടി വന്നിട്ട് ഇങ്ങനെ കറങ്ങി അങ്ങനെ പോകുമായിരുന്നേ. അങ്ങ് താഴെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ മണ്ടയിൽ കൂടിയൊക്കെ വണ്ടി പോയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം താഴെ കൂടി റോഡ് വന്നതിന് ശേഷം അങ്ങോട്ടൊന്നും, അതായത് ഇപ്പോൾ ഇവിടെയൊന്നും വണ്ടി വരില്ല. പിന്നെ ഇതൊക്കെ ഫോറസ്റ്റുകാർക്ക് എന്താ ആവശ്യത്തിന് പോകുന്നതായിരിക്കണം. അല്ലാതെ ഇവിടെ കൂടി പക്ഷേ വഴി നല്ല തെളിഞ്ഞിരിക്കപ്പെട്ട് ആരാണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മേലെ അവിടെ പോയി നോക്കാം. അങ്ങനെ നോക്കാൻ പോവുകയാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഉള്ള മരങ്ങളാണ് കണ്ട, ഏകദേശം ചെറിയ മരങ്ങളാണ്. അത്യാവശ്യം കാറ്റടിക്കുന്നത് കൊണ്ടാണ് കണ്ട. ഇതൊക്കെ വലിയ മരങ്ങളാണ്, പക്ഷേ ഇതുപോലത്തെ വലിയ മരങ്ങളെ കുറവാണ്. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇത് ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ മരമില്ല. ഉള്ള മരമൊക്കെ ചെറിയ മരങ്ങളാണ്. വണ്ണം വയ്ക്കാറ്, പൊക്കം വയ്ക്കൂല. അങ്ങനത്തെ ഒരുപാട് മരങ്ങൾ. ഇത് തുമ്പ, എന്തോ ഒരു തരം പൂവ്. ഇതാ മണ്ണാങ്കോണിലല്ല, മണ്ണാങ്കോണത്തെ ടവറാണ് നിൽക്കുന്നത്. അതും ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ വാച്ച് ടവറുണ്ട്, അത് മേലെ കയറുമ്പം കാണാം. പിന്നെ അവിടെ ഒരു വീടുണ്ട്, അതും കാണാമല്ലോ. അതിമനോഹരമായ കാഴ്ചകൾ. ഇവിടുന്ന് ഏത് ഭാഗത്തോട്ട് കറങ്ങി നോക്കിയാലും കുന്നും മലകളുമാണ്. പിന്നെ മറ്റേ ഈന്തനുണ്ട്, ചിറ്റിയന്ത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈന്തൻ പഴം പറിക്കാൻ പോയ ഈന്തൻ, അത് വീട്ടിനകത്താണ്. പക്ഷെ ആ ഈന്തൻ ചിറ്റിയന്ത് എന്ന് പറയുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ ഈന്തൻ ഇതിലുണ്ട്, ഈ കുന്നിൽ. പക്ഷേ ഇതിൽ ചുരുക്കം ചിലത് കായ്ക്കുമായിരിക്കാം. പിന്നെ കായ്ക്കുന്ന സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് പഴങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിമനോഹരമായ കാഴ്ചകളാണ്.
അങ്ങനെ ഞങ്ങൾ കുന്നിൻ്റെ മണ്ടയിലോട്ട് എത്തപ്പെട്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം ഇപ്രകാരമുള്ളതാണ്, കണ്ടു കാണും. പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് നിൽക്കാൻ പറ്റും. പക്ഷേ വെയിലുള്ള സമയമാണെങ്കിൽ ഇത് കണ്ട ഇതുപോലെ തന്നെ ആദ്യം തന്നെ പറഞ്ഞു തരാം. ഇത് കണ്ട ഇങ്ങനെ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് മരങ്ങളുണ്ട്, മരക്കാടാണ് കേട്ടോ. എന്നാൽ ഇവിടെ വന്നിട്ട് ഈ ഭാഗം നോക്കണം, ഇത് മൊത്തം ഒന്നും മരമില്ലാത്ത ഭാഗമാണ്. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വെയിലടിച്ച് കരിഞ്ഞ് പോകാൻ ഇത് മതി, ഇത് ധാരാളം മതി. അതായത് വെയിലുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടായിരിക്കും. ഇത് വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. പിന്നെ വണ്ടി വന്ന കാര്യം, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ വരുന്നതാണെന്ന് തോന്നുന്നു. ആ വഴിയുണ്ട ഇതുവരെ ഇതൊരു ഗ്രൗണ്ട് പോലെ, ഇവിടെ ഒന്നും കാടൊന്നുമില്ല. ബാക്കി കാടും പുല്ലൊക്കെ ഉണ്ടെങ്കിലും ഇവിടത്തെയും കാടില്ല. ഇവിടെ കണ്ട കുപ്പികളൊക്കെ, വേസ്റ്റല്ല കുപ്പികളൊക്കെ ആരൊക്കെയാണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വാട്ടർ ബോട്ടിലും വിത്ത് ലിക്കർ ബോട്ടിൽസ്, ചില്ല് ഇപ്പല്ല, റബ്ബർ ബോട്ടിലാണ്. അങ്ങനത്തെ കുറേ കുപ്പികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇത് മൊത്തം ഫോറസ്റ്റുകാർ മരം നട്ടിട്ടുണ്ട്. ഇതിൽ മരം കുറവാണ്. അങ്ങോട്ടൊക്കെ മരമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയൊക്കെ മരം കുറവായതുകൊണ്ട് ആയിരിക്കണം ഫോറസ്റ്റുകാർ നട്ട മരമാണ് ഇതൊക്കെ. ഇതുപോലത്തെ ഒരുപാട് മരം നട്ടിട്ടുണ്ട്, പക്ഷേ വെയിലല്ലേ, അതുകൊണ്ടായിരിക്കണം. കണ്ട ഇത് കുഴപ്പമില്ല, ഇതൊരു താന്നി മരമാണ് നട്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് ജാതി കാട്ടിലുള്ള മരങ്ങൾ തന്നെ, കാട്ടിലുള്ള ഒരുപാട് വെറൈറ്റി മരങ്ങളൊക്കെ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പകുതിയും പട്ട് കരിഞ്ഞ് പോയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തുമ്പപ്പൂ, അവിടെ എന്തോ അവിടെ കിടന്ന് കരകര പൊടിക്കുന്നു. ഇതിവിടെയൊക്കെ നട്ട ഭാഗമാണ്, അതിലൊന്നും മരമില്ല. ഇതിൽ മരം നട്ടെങ്കിലും ചില മരങ്ങൾ നട്ട ഭാഗത്തൊന്നും മരങ്ങളില്ല. മരങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി പോയതായിരിക്കും, കാണാനില്ല. ചിലയിടത്തൊക്കെ മരമുണ്ട്, മരമില്ലാത്ത ഭാഗത്തൊക്കെ അവർ വീണ്ടും മരം നട്ടോളും. അങ്ങനെയാണ് ഇവിടത്തെയൊക്കെ കാഴ്ചകൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, കുന്നിൻ്റെ മേലെ കയറി വന്ന. പക്ഷെ അങ്ങോട്ട് ആ കാർമേഘങ്ങളൊന്നും ഇല്ലാതിരുന്നിരുന്നെങ്കിൽ ഈ ഭാഗത്ത് അഗസ്ത്യാർകൂടം വരും. ഇവിടെ നിന്ന് കാണുമ്പോൾ അഗസ്ത്യാർകൂടം, പിന്നെ അവിടെ താഴെ അങ്ങ് തൊട്ട് അവിടെ ഉണ്ടല്ലോ, അത് തൊട്ട് ഇങ്ങനെ അങ്ങ് വരെ പോവും. അത് ബോണക്കാട് ഭാഗമാണ്. ബോണക്കാടൊക്കെ അവിടെയാണ് ഈ ഭാഗം. അതുവരെയുള്ള മലനിരകൾ ഇങ്ങനെ കാണാൻ അതിമനോഹരമാണ്. ഇവിടെ ഇത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പൊക്കത്തിൽ കാണുന്നത്. ഈ കാണുന്ന അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ അഗസ്ത്യാർകൂടം വരും. പിന്നെ ഇങ്ങോട്ടാണ് മലകളുള്ളത്. അങ്ങനത്തെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണേണ്ടതാണ്. നെറ്റ്വർക്ക് ഇവിടുത്തെ റേഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. BSNL ടവറാണ്, അതുകൊണ്ട് BSNLന് റേഞ്ചുണ്ട്. നോക്ക്, നെറ്റ് കത്തിയിരുന്നായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഡാറ്റ ഓഫ് ചെയ്യട്ടെ. BSNLൻ്റെ ടവറാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ എനിക്കവിടെ BSNLന് റേഞ്ച് ഇല്ല. ഐഡിയയ്ക്ക് ഒറ്റേ ഒരു കട്ട വന്നിരിക്കുന്നു. അങ്ങനെ റേഞ്ച് വന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകളെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ഇവിടുത്തെ ഭയങ്കരമായിട്ട് കാണാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും കണ്ടിട്ട് ഞാനിതാ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കണ്ട, ഇത് എന്തോ ഒരു ഞാറ പോലത്തെ എന്തോ മരമാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. പക്ഷെ ഇത് നല്ല സെറ്റായിട്ട് വളർന്നു വരുന്നുണ്ട്. കേട്ടാ, നല്ലൊരു പച്ചപ്പ്. അവിടെ ഒരു താന്നി, ഇതത് തന്നെ ഞാറയോ തോന്നുന്നു അല്ലേ, അങ്ങനത്തെ എന്തോ മരമാണ്. ഇത് നട്ട മരം, ഇത് ഫോറസ്റ്റ് നട്ട മരം. പിന്നെ ഇവിടെയുള്ള ഈ കുറ്റിച്ചെടികൾ അതും നട്ടത്. ഇതുപോലത്തെ തുമ്പകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലുണ്ട്. പക്ഷേ താഴെ സൈഡിലുള്ള തുമ്പകളിലൊക്കെയാണ് പൂവുള്ളത്. ഇങ്ങോട്ട് വന്നിട്ട് ഒന്നിലും പൂ കാണാനില്ല. ഇത് അവിടെ ഒരു വീടുണ്ട് അതിൻ്റെ, അത് പരണ്ടോട് ഭാഗമാണ്. ഇത് പരണ്ടോട്. അവിടെ ഒരു വയലിൽ കൃഷിയിടവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ കാണാനൊന്നുമില്ല. അതിൻ്റെ ഈ കുന്നിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പം പോവുകയാണ്. അവിടെ ടവർ, പിന്നെ ഇവിടുത്തെ ടവറിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ വാച്ച് ടവറുണ്ട്, അവിടെ മണ്ണാങ്കോണം. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത്രയൊക്കെ വെയിൽ വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ എന്താ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. നല്ല കാറ്റ് കേട്ടാ, നല്ല കാറ്റെന്നല്ല, അത്യാവശ്യം നല്ല കാറ്റ്. ഇവിടെ നിന്ന് കയറി വന്നപ്പോൾ കാറ്റൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ചെറിയ ഇപ്പോൾ വെയിൽ വരുന്നുണ്ട്, എന്നാലും നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ചെറിയ ഒരു കാറ്റ് വന്നപ്പോൾ നല്ല മനോഹരമായൊരു ഒരു എന്താ ഇപ്പം പറയുക, ആ കാറ്റടിച്ചപ്പോൾ ഒരു കുളിർമ നട്ട മരം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ടാറ്റ, എല്ലാവർക്കും ടാറ്റ.